ഹായ്. നമ്മളുണ്ടല്ല ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കണ്ണൂർ വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്, നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി, ഓണാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. പിന്നെ ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ടല്ല ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതായാലും വെക്കേഷൻ ആണല്ല, നമ്മളൊരു ടൂറൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ശ്രുതി പറഞ്ഞ് നമുക്കൊരു ടൂർ ഒന്ന് പോയല്ലേ പോയിച്ചോട്ടെ, നമുക്കൊക്കെ അത് ലീവ് അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ശനിയാഴ്ച പോകുന്നിരിക്കുന്നത്, ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച വരില്ല. അപ്പോൾ 2 ദിവസം ഒരു പരിപാടി. അപ്പോൾ എവിടെയാ പോകേണ്ടത് തീരുമാനിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ശ്രുതി പറഞ്ഞേ പോയിച്ചോട്ടെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇന്ന് നമ്മളെ വീഡിയോ കാണുന്ന പറയാറുണ്ടല്ലോ. അപ്പോൾ അവരോട് ചോദിച്ചാൽ അടുത്തുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ല. നമുക്ക് അധികം ദൂരമൊന്നും വേണ്ട, പിന്നെ ഒരുപാട് ചുറ്റിത്തിരിയാനും വലിയ ആഗ്രഹമൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരുപാട് സ്ഥലം കണ്ട് തീർക്കാമെന്ന് ഒരു പരിപാടി ഇല്ല. പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലം നല്ല വൃത്തിക്ക് കാണണം. അങ്ങനെ നമ്മളെ ടൂറിൽ മിക്കവാറും ഉണ്ടാവില്ല. അങ്ങനെ ഓടിപ്പിടിച്ച് ഒരുപാട് സ്ഥലം കാണുന്ന പരിപാടിയൊന്നുമില്ല, റിലാക്സ് ആയിട്ടുള്ള യാത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഏതെങ്കിലും ഒരു റിസോർട്ട്, ഒരു ചുരുങ്ങിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു റിസോർട്ട് അവിടെ കുട്ടിക്ക് കളിക്കാനുണ്ടെങ്കിൽ ഒരു ദിവസം ആ റിസോർട്ടിൽ വന്നിട്ട് പിറ്റേന്ന് ആ വാഗലൊന്ന് ചുറ്റിക്കറങ്ങി തിങ്കളാഴ്ച ആകുമ്പോൾ ഇങ്ങനത്തെ ലെവല് അല്ലേ, ആ രീതിയിലൊരു പ്ലാൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരല്ലേ, ദയവേത് നിങ്ങൾ ചുറ്റുവട്ടത്തെവിടെയെങ്കിലും നല്ല ഇതുപോലെ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസോർട്ട്, പിന്നെ അതുപോലെ കാണാനുള്ള നല്ലൊരു സൗകര്യമൊക്കെയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാന്നാ പറയാനുള്ള. നമുക്ക് ഈ വയനാട്ടിൽ നിന്നുള്ള വിളി വന്നല്ലേ, വയനാട്ടിൽ നിന്ന് ഒന്നുകൂടെ റിസോർട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം, നിങ്ങൾ ഫാമിലിയായിട്ട് വന്നാൽ വളരെ സന്തോഷമാണ്. മറ്റങ്ങനെ അതുകൊണ്ടാണ് വിളിച്ചിട്ട്. പക്ഷേങ്കിൽ ഇത്ര ദൂരെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മക്കൾ ഛർദ്ദിക്കും, പിന്നെ ശ്രുതി ഛർദ്ദിക്കും, പിന്നെ കുറേ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ക്ഷീണവും, പിന്നെ അത്യാവശ്യം ഛർദ്ദിൻ്റെ സ്വഭാവമൊക്കെ ഉണ്ട്. പിന്നെ യാത്ര ചെയ്ത് സമയം കളയാൻ ഉദ്ദേശമില്ല. ഇവിടുന്ന് ആദ്യത്തെ ഇത്ര മണിക്കൂറുണ്ടല്ലോ, അപ്പോൾ ആ മണിക്കൂർ നമ്മൾ വേറെ ഇടന്നൊക്കെ എൻജോയ് ചെയ്താണ് നമ്മളൊരു പ്ലാന്. അപ്പോൾ യാത്ര ചെയ്ത് ദൂരെ പോകാനൊന്നും ഉദ്ദേശമില്ല. അടുത്ത് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് അപ്പുറം ഓക്കെ, അതാണ് അല്ല കണ്ണൂരിൽ കുറച്ച് ദൂരെയാലും കുഴപ്പമില്ല, എന്നാലും അധികം ദൂരം ഉണ്ട്. ഈ വയനാട് പോലെ വലിയ ദൂരമൊന്നും വേണ്ട. വേറൊന്നുമല്ല, ഈ ടൂറെല്ലാം കഴിഞ്ഞ് പയ്യെ തിരിച്ചു വരുമ്പോഴുള്ള ആ യാത്രാ ക്ഷീണം കാര്യം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഏലുകേടാണ്. വീട്ടിലെത്താനാകുമ്പോഴത്തേക്ക് ആകെ ക്ഷീണം പിടിച്ച് കയറുന്ന ആ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ ടൂറ് പോയത് എങ്ങനെയാണോ അതുപോലെ നല്ല ഫ്രഷില് തിരിച്ചു വരണം. നമ്മൾ സാധാരണ അങ്ങനെ വരുന്നല്ലേ, കുറെ ദിവസം ടൂർ ആയാലും നമ്മൾ എന്ത് ചെയ്ത് ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്ത് വൈകിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വരാൻ പോകുമ്പോൾ ഞാൻ പരിസ്ഥിതി ഇന്ന് നല്ല ഉറക്കലറിഞ്ഞ് റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് മതി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നവരെ. അതുപോലെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നല്ല ഫ്രഷിലായിരിക്കും ഉണ്ടാവുക, ഒരു ക്ഷീണ പരിപാടിയൊക്കെ ആയിരുന്നുണ്ടാവില്ല. കാരണം വേറെ നല്ല റെസ്റ്റ് എടുത്ത് മെല്ലെ നമ്മളെ പരിപാടി. അതുപോലെ ഈ 2 ദിവസം അധികം എന്താ പറയുക വട്ടം ചുറ്റി അതുകൊണ്ട് ക്ഷീണം പിടിക്കാമെന്ന് ഉദ്ദേശമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുക, ഏതെങ്കിലും റിസോർട്ട് ഇപ്പോൾ അവിടെ താമസിക്കുക, എന്നിട്ടോ അതിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം മതി. അല്ലേ, ഒരുപാട് സ്ഥലമൊന്നും കാണണമെന്നില്ല, കുറച്ച് സ്ഥലമെല്ലാം കേട്ടിട്ട് തിരിച്ചു വരേണ്ട പ്ലാനാണ് നമ്മളെ പ്ലാൻ. അപ്പം എന്തായാലും നമ്മളെ വീഡിയോ കാണുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക, നല്ല സ്ഥലം നിങ്ങളെ ഭാഗത്തുണ്ടെങ്കിൽ അല്ലേ ശ്രുതി. ഏതായാലും നമ്മളെ ഇന്നത്തെ പരിപാടി ഏതായാലും തിരക്കട്ടല്ലേ മമ്മി. അപ്പം ഓണത്തിരക്കാണ്, ഓണത്തിന്റെ പാച്ചിലായിരിക്കും, എല്ലാവരും ഓണത്തിന്റെ പാച്ചിലായിരിക്കും. അപ്പം നമ്മളും ആ ഒരു ഓട്ടത്തിലാണ് ഉള്ളത്. അപ്പൊ ഏതായാലും ഇന്നത്തെ പരിപാടി അങ്ങ് തീർക്കട്ടല്ലേ മമ്മി. എന്തായാലും എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം പറയല്ലോ മമ്മി. ഹാപ്പി ഓണം.